പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 18. മഹിയേട്ടാ. അവളുടെ മധുരമേറിയ ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു. എന്തെടുക്കുവാ ദുർഗേ? ഗൗരവത്തിലാണെങ്കിലും അവൻ്റെ കരുതലോടെയുള്ള ശബ്ദം. ഞാൻ TV കാണുമായിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങരുത്. വാതിലൊക്കെ അടച്ചില്ലേ? ആ, അടച്ചു. ഫിനാൻസിലാണോ? അതെ. എനിക്ക് തോന്നി. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കില്ല, തിരികെ വിളിച്ചാൽ ഫോണും എടുക്കില്ല, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അതിന് അവനൊന്ന് ചിരിച്ചു. അയ്യോ ചിരിക്കല്ലേ, പുറത്തുള്ള ഗൗരവക്കാരനായ മഹാദേവൻ്റെ ഇമേജ് തകരും. ഓ, എന്നെ കളിയാക്കുന്നോ? അവൻ തിരികെ ചോദിച്ചു. ഞാനൊന്നും പറയുന്നില്ലേ. ഓ ശരിയെങ്കിൽ ഞാൻ വെക്കുക. ഒരു ഉമ്മ തന്നേ. അയ്യേ, ആരെങ്കിലും കേൾക്കും മഹിയേട്ടാ. അതിനിവിടെ ആരുമില്ല, ഞാൻ എൻ്റെ ക്യാബിനിലാണ്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ആ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കില്ലല്ലോ. ഏതും ഇല്ല അവിടെ. അവൻ ഇവിടെയുണ്ട്, നീ തരാൻ പറഞ്ഞത് താ. അവൾക്കാണെങ്കിൽ ആകെ ചമ്മൽ തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണിലൂടെയൊക്കെ അവൻ ഉമ്മ ചോദിക്കുന്നത്. ഉമ്മ. ചമ്മലോടെയാണെങ്കിലും അവൾ അവനോടായി പറഞ്ഞു. ഓക്കെ, ലവ് യു ഉമ്മ. അവനും തിരികെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷം ഇരുവരുടെയും ഉള്ളിൽ പൂമ്പാറ്റ പറക്കുന്ന രീതിയിലുള്ള ഒരു ഫീലായിരുന്നു. ഈ കൗമാരകാലത്തെ പ്രണയാക്കളെ പോലെ ഇരുവരുടെയും ഉള്ളിൽ ഒരു കുളിര്. അതേ ചിരിയോടെ തന്നെ അവൾ കട്ടിലിലേക്ക് കിടന്നു. അരികിലായി കിടന്നിരുന്ന തലയണയെടുത്ത് ഇറുകെ കെട്ടിപ്പിടിച്ചു. ആ തലയണയ്ക്ക് ഇപ്പോഴും അവൻ്റെ മണമാണ്. അവൾ അത് ആഞ്ഞു ശ്വസിച്ചു. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. സാധാരണ അങ്ങനെ ഓഫീസിലായിരിക്കുമ്പോൾ അവളെ വിളിക്കാറില്ല. ഇന്നെന്തോ വിളിക്കണോ എന്ന് തോന്നി വിളിച്ചതാണ്. അവൻ ഒരു ചിരിയോടെ തല കസേരയിലേക്ക് ചാരി. ഫോണിലെ വാൾപേപ്പർ നോക്കിയതും അവൻ ഒന്നുകൂടി പുഞ്ചിരിച്ചു. വാൾപേപ്പർ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ്. എപ്പോഴോ അമ്പലത്തിൽ പോകുന്നതിന് മുൻപെടുത്തതാണ്. അവളുടെ വേഷം ധാവണിയാണ്. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. തൻ്റെ പെണ്ണ്. അവൻ്റെ ഉള്ളം മന്ത്രിച്ചു. കട്ടിലിൽ കിടന്ന് അവൾ ഉറങ്ങിപ്പോയിരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് അവൾ ഉണർന്നത്. വേഗം തന്നെ കണ്ണൊന്ന് അമർത്തി തുടച്ച് പോയി വാതിൽ തുറന്നു. അപ്പച്ചിയായിരുന്നു. മോൾ ഉറക്കമായിരുന്നോ? ആ അപ്പച്ചി, ഞാൻ കിടന്നപ്പോൾ ഒന്ന് മയങ്ങിപ്പോയി. ഇരുവരും അകത്തേക്ക് കയറി. ഉച്ചയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പം കഴിഞ്ഞതും ഇരുവരും അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. വീട്ടിൽ നിന്ന് അധികം നടക്കാനില്ല, ഒരു 15 മിനിറ്റ് മാത്രം നടന്നാൽ മതി. ഇരുവരും വീട് പൂട്ടി ഇറങ്ങി. മഹി വിളിച്ചാലോ എന്ന് കരുതി ദേവു കയ്യിൽ ഫോൺ എടുത്തു. ഇരുവരും നടന്നു. ഇടയ്ക്ക് പരിചയമുള്ള 1-2 പേരെ കണ്ട് സംസാരിച്ചു നിന്നു. അതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഇടത്ത് അരമണിക്കൂർ കൊണ്ടാണ് എത്തിയത്. വീടിൻ്റെ മുന്നിലെത്തി. ഗേറ്റൊന്നുമില്ല, വേലിയാണ് കെട്ടിയിരിക്കുന്നത്. അതിനരികിലായി നിറയെ പൂക്കളുടെ ചെടിയാണ്. അകത്തേക്ക് കയറി. മുറ്റമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. സീത മുടങ്ങാതെ വന്ന് വൃത്തിയാക്കുന്നുണ്ടെന്ന് തോന്നുന്നു ദേവൂട്ടി. വീടെന്നും വന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടി മഹി ഏൽപ്പിച്ചിരിക്കുന്ന അവിടെ തന്നെ അടുത്തുള്ളൊരു സ്ത്രീയാണ് സീത. അവർ തന്നെ വീട്ടിലും വന്ന് മുറ്റവും ഒക്കെ അടിച്ചിടും. ഒന്ന് മൂളിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. വാതിൽ തുറന്നു. അകത്ത് എല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു വീടാണ്. ഒരു ഹാള്, 2 മുറി, ഒരടുക്കള, അത്രമാത്രം. അവൾ ഹാളിലായി ഇട്ടിരിക്കുന്ന കസേരയിലിരുന്നു. ആ വീട്ടിലെ ഗന്ധം ഒന്ന് ആഞ്ഞു ശ്വസിച്ചു. ഒരിളം തെന്നൽ അവളെ തഴുകി കടന്നുപോയി. അമ്മ. അവളുടെ അധരം ചലിച്ചു. അപ്പച്ചി എല്ലായിടത്തും നടന്നു നോക്കുന്നുണ്ട്. ദേവു അവിടെ തന്നെ ഇരുന്നു. കണ്ണുകളടച്ച് അവൾ ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു. കൈപ്പേറിയ ഓർമ്മകൾ മാത്രമുള്ള ഒരിടം. അവൾ കണ്ണുകൾ അടച്ചിരുന്നു, പക്ഷേ കരഞ്ഞില്ല. വീട് മൊത്തത്തിലൊന്ന് നോക്കിയതിന് ശേഷം അപ്പച്ചി വന്ന് അവളുടെ അടുത്തായി ഒരു കസേരയിട്ട് വന്നിരുന്നു. ദേവുട്ടി. അവളുടെ തുടയിൽ തട്ടി അവർ വിളിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്ന് അവരെ നോക്കി. എന്താ അപ്പച്ചി? പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായില്ല ദേവൂട്ടി, ഗൗരവത്തോടെ അപ്പച്ചി പറഞ്ഞു. ഇല്ലപ്പച്ചി, ഞാൻ വെറുതെ. സീത എല്ലായിടവും വൃത്തിയായി ഇട്ടിട്ടുണ്ട്. എല്ലാം അടക്കും ചിട്ടയിലും തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിന് അവളൊരു പുഞ്ചിരി മടക്കി കൊടുത്തു. മോളുടെ കഴുത്തിൽ ഇതെന്ത് പറ്റിയതാണ്? അത് പറഞ്ഞ് അപ്പച്ചി അവളുടെ കഴുത്തിലായി കാണുന്ന പാടിൽ തൊട്ടു. അപ്പോഴാണ് അവൾ ഹിക്കി കാണുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത്. അവളിൽ പതർച്ച നിറഞ്ഞു. മുഖം ചുവന്നു വന്നു. നല്ല പാടുണ്ടല്ലോ മോളെ, വേദനയുണ്ടോ? അത് പിന്നെ അപ്പച്ചി എന്തോ എന്തോ കുത്തിയതാണ്. പതർച്ച നിറഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ അവളുടെ പതർച്ച നിറഞ്ഞ സ്വരവും വിളറിയ പോലുള്ള മുഖവും കണ്ടപ്പോഴാണ് അപ്പച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അത് കണ്ടതും അപ്പച്ചിക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അപ്പച്ചിയും ആകെ വല്ലാതെയായി. ഇവിടെ ഇരിക്കാതെ വന്ന് നോക്ക്, നമുക്ക് വേഗം പോകേണ്ടതാണ്, വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അപ്പച്ചി പറഞ്ഞു. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വീട് മുഴുവനൊന്ന് നോക്കി. അച്ഛൻ്റെ ഒരു ആയുസിൻ്റെ കഷ്ടപ്പാടാണ്. അവളുടെ കണ്ണുകൾ അത് ആലോചിച്ചപ്പോൾ ഒന്ന് കലങ്ങി. എന്നാലും അവൾ അത് അപ്പച്ചി കാണാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു. അവൾ ആദ്യം നോക്കിയത് ഹാളിലായിരിക്കുന്ന കൃഷ്ണഭഗവാന്റെ ഫോട്ടോയിലേക്കാണ്. ഇപ്പോഴും വല്ലാത്തൊരു ശോഭയാണ് ആ ഫോട്ടോയ്ക്ക്. അവൾ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നതും ഒരു പ്രത്യേക സുഗന്ധം ആ മുറിയിലാകെ അനുഭവപ്പെട്ടു. അവിടെ ഇപ്പോഴും അമ്മയുടെ ഗന്ധമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഒരു മാറ്റവുമില്ല.
എല്ലാം പഴയതുപോലെ തന്നെ. അവൾ ആ മുറി മുഴുവനായി ഒന്ന് കണ്ണോടിച്ചു. ശേഷം അധികം വൈകാതെ അവളുടെ മുറിയിലേക്ക് നടന്നു. അവൾ ആ മുറി മുഴുവനായി ഒന്ന് കണ്ണോടിച്ചു. ശേഷം അധികം വൈകാതെ അവളുടെ മുറിയിലേക്ക് നടന്നു. തൻ്റെ വിഷമങ്ങളെല്ലാം ഉൾക്കൊണ്ടത് ഈ 4 ചുവരുകളാണ്. അവളുടെ മുറിയുടെ മുക്കിലും മൂലയിലും ഓരോ നോവാണ്. തൻ്റെ സങ്കടങ്ങളെല്ലാം അറിയുന്നത് ഇവയ്ക്കായിരുന്നു. 19 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവൾക്ക് ഓർമ്മ വന്നു. വേദന കൊണ്ട് ഒന്നനങ്ങാൻ പോലും ആവാതെ ഈ കിടക്കയിൽ കിടന്നത്. കണ്ണുനീർ വറ്റാത്ത 2 കണ്ണുകൾ. മരിച്ചു കളഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങൾ. അവളുടെ മുന്നിലൂടെ അവളുടെ ജീവിതം ഒരു സിനിമാ സ്ക്രീനിൽ എന്ന പോലെ മിന്നിമാഞ്ഞു. അവൾ ആ മുറിയൊന്നാകെ നോക്കി. ശേഷം ഒറ്റ വലിക്ക് കതകടച്ചു. ആ ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല എന്ന് മഹിയേട്ടന് വാക്ക് കൊടുത്തതാണ്. അവളുടെ മനസ്സിൽ ആ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ചിന്തകൾ നിറഞ്ഞു. ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരിയോടെ നടന്നു വരുന്നവളെ കണ്ട് അപ്പച്ചിക്കും സന്തോഷം തോന്നി. അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ അവളുടെ മുഖം അത്ര തെളിച്ചമുള്ളതായിരിക്കില്ല. അധികം വൈകാതെ ഇരുവരും വീട് പൂട്ടി ഇറങ്ങി. കുറെ ആയല്ലോ ദേവൂട്ടിയെ ഈ വഴിക്ക് കണ്ടിട്ട്. വീടിനടുത്തായുള്ള ശാന്ത ചേച്ചി അവളെ കണ്ടപ്പോൾ കുശലം ചോദിച്ചു. ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, വരാൻ സമയം കിട്ടിയില്ല, ദേവു അവരോട് തിരികെ പറഞ്ഞു. ദേവൻ വന്നില്ലേ? ഇല്ല, മഹിയേട്ടൻ ഓഫീസിൽ പോയി. ആണോ? ശ്രീദേവിക്ക് സുഖം തന്നെയല്ലേ? അപ്പച്ചിയെ നോക്കി അവർ ചോദിച്ചു. സുഖമാണ് ശാന്തേച്ചി. എങ്കിലും ഞങ്ങൾ നടക്കട്ടെ, ഇനിയും നിന്നാൽ വൈകും. എങ്കിലങ്ങനെ ആവട്ടെ. അത് പറഞ്ഞ് ഇരുവരും വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴി നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് ഇരുവരുടെയും നടപ്പ്. വീട്ടിലെത്തിയപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്കുള്ളതുണ്ടാക്കാം എന്ന് പറഞ്ഞ് അവൾ ചായയുണ്ടാക്കി. കൂടെ കഴിക്കാൻ പഴവും പൊരിച്ചു. സഹായത്തിന് അപ്പച്ചിയും ഉണ്ടായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ വെറുതെ മുറിയിലേക്ക് കയറി. വെറുതെ അല്ല, ദേവനെ ഒന്ന് വിളിക്കാമെന്നൊരു ദുരുദ്ദേശം അതിലില്ലാതില്ല. മുറിയിൽ കട്ടിലിലായി വന്നിരുന്നു. സാധാരണ വീട്ടിൽ പോയി വരുമ്പോൾ മുഴുവൻ ഒരു നെഗറ്റീവ് ഫീലായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അവൾ വേഗം ഫോൺ എടുത്ത് മഹിയേട്ടൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ആ സമയം അവളുടെ ഹൃദയം ഒരു കൗമാരക്കാരിയുടേതെന്ന പോലെ മിടിച്ചു. മറുവശത്ത് അവൻ കോൾ എടുത്തു. ദുർഗേ. ഫോൺ എടുത്തപ്പോൾ തന്നെ അവൻ അവളെ വിളിച്ചു. മഹിയേട്ടാ, തിരക്കിലാണോ? ഇല്ല, പറയ്. ചുമ്മാ വിളിച്ചതാണ്. വീട്ടിൽ പോയോ? പോയി. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ, അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി തിരിച്ചു വന്നു. ഇന്നിനി കരച്ചിലും പിഴിച്ചിലും കണ്ണീർ പരമ്പരയോ ഒക്കെ ഉണ്ടാവോ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പണ്ടാണ്. അവൾ അവനെ എതിർത്ത് വാദിച്ചു. ചായ കുടിച്ചോ മഹിയേട്ടാ? ഉവ്, ദാ ഇപ്പോൾ കുടിച്ചു. നീ കുടിച്ചോ? പോയി വന്നപ്പോൾ തന്നെ ചായയും പഴംപൊരിയും ഉണ്ടാക്കി. എങ്കിൽ ഞാൻ വെക്കുക. വൈകിട്ട് എൻ്റെ പൊണ്ടാട്ടി നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം ജോലിയൊക്കെ ചെയ്ത് തീർക്കട്ടെ ഞാൻ, അവൻ കുസൃതി കലർത്തി പറഞ്ഞു. ഓ, അവളും അവനെ കളിയാക്കി. ഫോൺ കട്ടാക്കി അപ്പച്ചിയുടെ അടുത്തേക്ക് പോയി. വൈകിട്ട് വിളക്ക് വെക്കാൻ സമയമായപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം വന്നിരുന്ന് പഠിച്ചു. കുറച്ചു നേരം സോനയായിട്ട് ചാറ്റ് ചെയ്തിരുന്നു. വീണ്ടും അപ്പച്ചിയുടെ കൂടെ വന്നിരുന്ന് TV കണ്ടു. TV കാണുന്നത് പൊതുവേ പെട്ടെന്ന് മടുക്കുന്ന കാര്യമാണ്. എന്നാലും ഇരുവരും അതിനിടയിൽ ഓരോ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് അതുണ്ടായില്ല. സമയം പതിയെ കടന്നുപോയി. ദേവുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നീളും. അവൻ വരാനുള്ള സമയമായോ എന്ന് നോക്കുന്നതാണ്. പെട്ടെന്ന് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ദേവു സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. മഹിയാണ്. അവൾ പുഞ്ചിരിയോടെ വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞാൻ അകത്തേക്ക് തന്നെയല്ലേ വരുന്നത് ദുർഗേ? അവളുടെ അടുത്തേക്ക് വന്ന് കവിളിലായി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അതിന് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ്റെ കയ്യിലുള്ള കിറ്റും ഫയലും ഒക്കെ അവൾ തൻ്റെ കയ്യിലേക്ക് വാങ്ങി. അപ്പച്ചി അകത്ത് തന്നെ ഇരുന്നു. അപ്പച്ചി എവിടെ? ചെരുപ്പഴിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അകത്തുണ്ട്, TV കാണുക. ഇരുവരും അകത്തേക്ക് കയറി. അപ്പച്ചി TV കണ്ടവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മോൻ നല്ല ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പച്ചി ഒരാക്കലോടെ അവനോട് ചോദിച്ചു. അവൻ അവരുടെ അടുത്തേക്കിരുന്നു. പിന്നെ, ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ പോരാളി. അവൻ അങ്ങനെ പറഞ്ഞതും മൂവരും ചിരിച്ചു. പോയി കുളിച്ചു വാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ. ശരി. അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. പോകുന്ന വഴി ദേവുവിനെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല. ഇനിയൊന്നും ഉണ്ടാക്കണ്ട അപ്പച്ചി, ഞാൻ ഫ്രിഡ്ജിൽ തണ്ണിമത്തം മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് മതിയല്ലോ. ആണോ? എങ്കിൽ അത് മതി. അത് പറഞ്ഞ് ദേവു മുറിയിലേക്ക് പോയി. മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവൾ അവിടെ തന്നെ നിന്നു. അല്പനേരം കഴിഞ്ഞ് അവൻ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ വരവ് അത്ര പന്തിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൻ അവളുടെ അടുത്തായി വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ പതിഞ്ഞിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ പിറകിലേക്കൊന്ന് ആഞ്ഞുപോയി. പക്ഷേ വീഴും മുന്നേ അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. അവൻ വല്ലാത്തൊരാവേശത്തോടെ അവളുടെ ഇരു ചുണ്ടുകളും മാറി മാറി നുണഞ്ഞു. അധികം സമയമെടുക്കാതെ അവൻ വിട്ടു നൽകി.
അവളുടെ നെറ്റിമേൽ നെറ്റി മുട്ടിച്ചു നിന്നു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവനും അവളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ മഹിയേട്ടാ? അവൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.